2020 മോഡല് ട്രൈബർ RXT ഓട്ടോമാറ്റിക്. ഓക്കെ, ഫുൾ ഓപ്ഷൻ്റെ തൊട്ട് താഴെ അതെ ഓട്ടോമാറ്റിക് വാഹനമാണ്. ഞങ്ങളും ഇതേപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ ആസ് യൂഷ്വൽ പറയുന്നത് കോക്കനട്ട് ഫോളി. അപ്പോൾ 2015 റീ രജിസ്ട്രേഷൻ ആയി കഴിഞ്ഞ 110 ഡീസൽ XV ഫുൾ ഓപ്ഷൻ ഈ ഒരു ടെറാനോ നിങ്ങൾക്ക് കൊണ്ടുപോകും. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത് കോഴിക്കോട് TVS സർട്ടിഫൈഡിൻ്റെയാണ്. നമ്മുടെ കൂടെ അക്ഷയ് സ്വാഗതം. താങ്ക് യു. വർക്ക് എടുക്കുന്നുണ്ടോ ഇവിടെ പുറത്ത്? അതിൻ്റെ സൗണ്ടായിരുന്നു. ഓക്കെ, അതായത് കോഴിക്കോട് മാവൂർ റോഡിലാണ് ലൊക്കേഷൻ വരുന്നത്. മാവൂർ റോഡ് KSRTC സ്റ്റാൻഡ് കഴിഞ്ഞ് പുതിയ സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിക്ക്, അതായത് KSRTC കഴിഞ്ഞ് ഒരു 200-250 മീറ്റർ അല്ലേ, അത്രേ ദൂരമേ ഉള്ളൂ. ലെഫ്റ്റ് സൈഡ് തന്നെ റിനോ ഷോറൂം ഉണ്ട്, റിനോൾട്ടിൻ്റെ ഷോറൂം ഉണ്ട്. റിനോയുടെ അതിൻ്റെ കോമ്പൗണ്ടിൽ തന്നെയാണ്. TVS ആണ് റെനോൾട്ടും. TVS റിനോ ആണ്, TVSൻ്റെ തന്നെയാണ് ഇവരുടെ. TVS അറേഷോജി പിന്നെ മിറ്റ്സുബിഷി 3 കമ്പനികളുടെ ഒരു സംരംഭമാണ് ഇത് TVS സർട്ടിഫൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ നല്ല അടിപൊളി പ്രൈസിൽ നല്ല വിലക്കുറവിൽ തന്നെ നല്ല കാറുകൾ ഇവരെല്ലാം ഇൻസ്പെക്ട് ചെയ്തെടുക്കുന്ന വണ്ടികളാണ്. അതെ അല്ലേ, ഞങ്ങൾ B2B ആണ് ചെയ്യാറ്. B2B ആണ്. അപ്പോൾ 2 ഇൻസ്പെക്ഷൻ കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് പിന്നെ അഡീഷണൽ നിങ്ങൾ ചെയ്യിക്കാം, ചെയ്യിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അല്ലേ. അങ്ങനെ എടുക്കാൻ പറ്റുന്ന വാഹനങ്ങളാണ്. കറക്റ്റ് A to Z എങ്ങനെയാണ് വണ്ടി ഉണ്ടാവും, ആ കണ്ടീഷൻ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓക്കെ, എന്തായാലും അങ്ങനത്തെ വണ്ടികളാണ്. അപ്പോൾ എല്ലാ സെഗ്മെൻറ്റ് വണ്ടികൾ കിട്ടുകയും ചെയ്യും. എന്തായാലും നമുക്ക് സ്റ്റോക്ക് കണ്ടു നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടണം. കാരണം നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ നമുക്ക് ആർക്കും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബാക്കി വിശേഷങ്ങൾ ഓരോന്നായിട്ട് കാണാം. ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. എന്താവശ്യമുണ്ടെങ്കിൽ അതിലേക്ക് വിളിക്കാം അല്ലേ. അതെ, ആദ്യ വാഹനം റിനോ കൈഗറാണ്. KL43 രജിസ്ട്രേഷൻ. അതായത് ഒരു ചെറിയ കോമ്പാക്ട് SUV സെഗ്മെന്റ്, എന്നാലും മൈലേജും കിട്ടുന്ന ഒരു വണ്ടി അല്ലേ. മാനുവൽ ഇത് ഓട്ടോമാറ്റിക് ആയാലും ഒരു 1-2 കുറയായിരിക്കും, അത്രേ ഉള്ളൂ. ഏതാ മോഡൽ കാര്യങ്ങളൊക്കെ? 2022 മോഡല് കൈഗർ RXT ഓട്ടോമാറ്റിക്. RXT ടർബോ വരുള്ളല്ലോ? ഇല്ല, നോർമൽ ടർബോ വരുമ്പോൾ CVT ഓട്ടോമാറ്റിക് CVT ആവും. ഇത് AMT ആണ് വരിക, ഗിയർ ബോക്സ്. ഓക്കെ, അപ്പോൾ സാധാരണ കിട്ടുന്ന ഒരു മൈലേജ് എന്ന് വെച്ചാൽ ഒരു 15-18 വരെയൊക്കെ ഉണ്ടാവും. അതെ, AMT CVT കുറച്ചും കൂടി കുറയും. AMT ആകുമ്പോൾ മൈലേജ് കൂടും. ഇതും അത് ആ റേഞ്ചിൽ തന്നെ കിട്ടൂലേ, ഒരു 15-18 റേഞ്ചിൽ തന്നെ ഏകദേശം കിട്ടും. ഓക്കെ, നോക്കി ഓടിച്ചാൽ മതി. കറക്റ്റ് നമ്മൾ എക്കണോമി വെച്ച് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും മൈലേജ് കിട്ടും. 1000 cc 3 സിലിണ്ടർ ആണല്ലോ. ഓട്ടം എത്ര പോയി? ഇത് 23,000 കിലോമീറ്റർ ഓടിച്ചു. സിംഗിൾ ഓണർ വണ്ടി, ഹൈ ക്വാളിറ്റി വെഹിക്കിളാണ്. ഒരു കാര്യം ചെയ്യാനില്ല. ഇപ്പോൾ വാറണ്ടി എക്സ്റ്റൻഡ് ചെയ്തിട്ടൊന്നുമില്ലല്ലോ? ഇല്ല, 25 കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, എക്സ്റ്റൻഡ് വാറണ്ടി ഒന്നുമില്ല. RXT ഫുൾ ഓപ്ഷൻ്റെ തൊട്ട് താഴെ വരുന്ന ഓട്ടോമാറ്റിക് AMT 1 ലിറ്റർ നോൺ ടർബോ എഞ്ചിൻ വരുന്ന ഈ ഒരു വാഹനമാണ്. വലിയൊരു ഓട്ടം പോയിട്ടില്ല 22 വെച്ച് നോക്കുമ്പോൾ. അതെ, അപ്പോൾ എത്രയാണ് ചോദ്യം? ഇത് ഫൈനൽ 5,55,000 രൂപയ്ക്ക് കൊടുക്കാം. 5,55,000 ഒരു ഓട്ടോമാറ്റിക് കോമ്പാക്ട് SUV ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതും ഫുൾ ഓപ്ഷൻ്റെ താഴെ ഓപ്ഷൻ വരുന്നത്. ഇതിൽ തന്നെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരും. പിന്നെ എയർ ബാഗ് ഒക്കെ ഉണ്ടാവും. പിന്നെ അലോയ് പോലെ തോന്നിക്കുന്ന വീൽ കപ്പ്, ഫ്ലക്സ് വീൽ അല്ലേ. ഓക്കെ, അപ്പോൾ ലോൺ എത്ര കിട്ടും? ഒരു 5 lakhs വരെയൊക്കെ എന്തായാലും ലോൺ സാധ്യത കിട്ടാൻ ലോൺ തന്നെ ഉണ്ട് അല്ലേ. 5,55,000 ഓട്ടോമാറ്റിക് കോമ്പാക്ട്. ഒരു 5,15,000 എന്തായാലും ലോൺ വരാം. താല്പര്യം ഉണ്ട് എന്തായാലും വിളിച്ചു കൊടുത്തോ. TVSന് റെനോന്റെ ഷോറൂം ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു കുറെ റെനോ വണ്ടികൾ ഇവിടെ ഉണ്ട്. ഈ പ്രൈസ് സ്റ്റോക്കിൽ 2-3 റെനോ വണ്ടിയാണ്. അടുത്തൊരു ക്യാപ്ചർ കൂടെ ഉണ്ട്. ഇത് ക്വിഡ് ആണ്. KL58 തലശ്ശേരി വണ്ടി. ഏതാ മോഡലൊക്കെ? ഇത് 2020 മോഡല് ക്വിഡ് RXT ഓട്ടോമാറ്റിക്. RXT ഇത് ഓട്ടോമാറ്റിക് ഓപ്ഷണൽ ഓട്ടോമാറ്റിക് ഡ്യുവൽ എയർ. RXT ഓപ്ഷനിൽ ഇതിനകത്ത് ഫുൾ ഓപ്ഷൻ ആണ്. അതെ, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. AMT ഗിയർ ബോക്സ് തന്നെ വരിക. 1000 cc തന്നെ വണ്ടി വരിക. ഇതിന് വെച്ചാൽ കൈകാരനേക്കാൾ മൈലേജ് കിട്ടും. കാരണം അത്ര വലുപ്പമില്ല, വണ്ടിക്ക് വെയിറ്റ് കുറയും കയറിനേക്കാളും. അപ്പോൾ അതിനേക്കാളും മൈലേജ് കിട്ടുന്ന വാഹനമാണ്. ചെറിയ സെഗ്മെന്റ് ആണ്. പിന്നെ ഫേസ് ലിഫ്റ്റ് വന്ന മോഡലാണ്. 2019 ശേഷം ഫേസ് ലിഫ്റ്റ് വന്ന മോഡലാണ്. 55,000 കിലോമീറ്റർ ഓടിയിട്ടില്ല. സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത്. നോർമൽ ഓട്ടം 5 വർഷം 6 വർഷത്തിനടുത്താൽ നോർമൽ ഓട്ടം തന്നെ പോയത്. ഓക്കെ, ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഒരു ക്ലെയിമുമില്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, എത്ര ചോദ്യം? ഒരു ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഒരു പോളിഷ് ആയിട്ട് വണ്ടി ഉപയോഗിക്കാം. ഓക്കെ, ഇവരെ കൊടുക്കുക ആസ് ഇറ്റ് ഈസ് കണ്ടീഷൻ. എത്ര ചോദ്യം? എത്ര? ഇത് നമുക്ക് 3,35,000 കൊടുക്കാം. 3,35,000 രൂപയ്ക്ക് 55,000 കിലോമീറ്റർ ഓടിയ 2020 മോഡൽ RXT ഓപ്ഷണൽ ഓട്ടോമാറ്റിക് ക്വിഡ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ടോ? ചാൻസ് ഇല്ലേ? ഉണ്ട്. 3 ലക്ഷം വരെ എന്തായാലും ലോൺ കിട്ടും. എന്തായാലും കിട്ടും. ഓക്കെ,
ലോണ് നിങ്ങളുടെ ട്രാക്ക് കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. ഓക്കെ, അടുത്ത റിനോയുടെ തന്നെ ഒരു SUV സെഗ്മെന്റ് ആണ്. റിനോ ക്യാപ്ചർ ആണ്, അതായത് ഡസ്റ്ററിന്റെ മേലെ വരുന്ന സെഗ്മെന്റ് ആണ് ഇത്. അതിനേക്കാൾ വില വന്നോടുന്ന വണ്ടിയാണ്. KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ. അത്യാവശ്യം നല്ല സൈസ്, ഒരു മസ്കുലർ ബോഡി ലുക്കാണ് മൊത്തത്തിൽ. ഓടിക്കാനൊക്കെ ഏറ്റവും കൂടുതൽ അല്ല, ഇതിനു മുന്നേ ഫ്ലുവൻസ് ഉണ്ടായിരുന്നു. റേറ്റ് കൂടിയല്ല, ഈ ഒരു സൈസിൽ ഡസ്റ്ററിനേക്കാൾ മേലെ വരുന്നത്. ഫ്ലുവൻസും ഇങ്ങനെ തന്നെ ഒരു മസ്കുലർ ലുക്കാണ്. സെഡാൻ ആണെങ്കിൽ പോലും. ഓക്കെ, ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2018 മോഡല് ക്യാപ്ചർ RXC 110 ആണ് വരിക. RXC ആണ് ബേസ് ഓപ്ഷൻ ആണ്. ബേസ് ഓപ്ഷൻ ആണെങ്കിലും അതിൽ കാര്യങ്ങൾ ഫുൾ ആയിട്ട് വരും. പവർ വിൻഡോ ഉണ്ടാവും, റിയർ വൈപ്പർ ഉണ്ടാവും, പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ടാവും. പുഷ് ബട്ടൺ വരും? പുഷ് ബട്ടൺ വരും RXC-ൽ. പുഷ് ബട്ടൺ. ശരി. ഓക്കെ, മിറർ അഡ്ജസ്റ്റ്മെന്റോ? മിറർ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും തോന്നുന്നു. അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്, ഉണ്ടോന്ന്. കുഴപ്പമില്ല, ചെക്ക് ചെയ്തോ, നോക്കിക്കളെ നമുക്ക്. ഉണ്ടോ? അതെ, മിറർ അഡ്ജസ്റ്റ്മെന്റും വരും. മിറർ അഡ്ജസ്റ്റ്മെന്റും വരുന്നുണ്ട്. RXC-ൽ തന്നെ എല്ലാം ഉണ്ട് അല്ലേ? എല്ലാം ഉണ്ട്. അലോയ് വീൽസ് ഉണ്ടാവില്ല, അതേ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അലോയ് വീൽസ് മാത്രമല്ല, ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. ക്ലെയിം എന്തെങ്കിലും? ഒരു തരത്തിലുള്ള ക്ലെയിമില്ല. ഓക്കെ, 18 മോഡൽ അല്ലേ? 18. ഓട്ടോ എത്ര പോയി? ഇത് 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വാഹനം വരുന്നത്. 70,000 ഡീസൽ വണ്ടി അല്ല? ഡീസൽ. ഓക്കെ, ഒരു 11-14 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് ആണ്. ഡീസലാണ്. ഡീസലാണ്, അതെ തീർച്ചയായും. 70,000 എന്ന് പറയുമ്പോൾ ഓക്കെ, നോർമൽ ഓട്ടോ. ഒരു 1 ലാഖിന്റെ മുകളിലൊന്നും പോയിട്ടില്ലല്ലോ. ഇല്ല. അത് ഡീസൽ വണ്ടി കറക്റ്റ് ഓടണം. മീൻസ് മെയിൻറ്റെയിൻ ആയിട്ട് ഓടിക്കഴിഞ്ഞാൽ മാത്രമേ വണ്ടിക്ക് വെച്ചോണ്ടെന്നാ പറയുന്നത്. ഒരു മിനിമം ഓട്ടം എന്തായാലും ഡീസൽ വണ്ടിക്ക് വേണം. ഈ ഒരു ആവറേജ് ഓട്ടം എന്തായാലും വേണം. വെക്കാൻ പാടില്ല. അങ്ങനെ ടയേഴ്സും കുഴപ്പമില്ലാത്തതുണ്ട്. എത്ര ചോദ്യം ഇപ്പോൾ? ഇത് നമുക്ക് 495 നമ്മളോട് ചോദിക്കുന്നത്. 4,95,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു ഡസ്റ്റർ കിട്ടുമെന്ന് നോക്കിയാൽ മതി അല്ലേ? അല്ലെങ്കിൽ ഓക്കെ, 4,95 2018 70,000 കിലോമീറ്റർ ഓടിയ RXE ബേസ് ഓപ്ഷൻ ആണെങ്കിൽ കൂടി മിറർ അഡ്ജസ്റ്റ്മെന്റ് ആണ്, എല്ലാ കാര്യങ്ങളും വരും. പ്രൊജക്ടർ ഹെഡ് ലാമ്പ്, പവർ വിൻഡോസ്, എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഈ ഒരു ക്യാപ്ചർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ ലോൺ ചാൻസ് ഉണ്ടോ വണ്ടീൻ്റെ? 2018 ഫുൾ ഒരു 4 ലക്ഷം വരെ. 4 ലക്ഷം വരെ. ഓക്കെ, വണ്ടി നിർത്തിയ മോഡലാണ്, അതുകൊണ്ടാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഇത് ഇറക്കുമോ ഒരു രണ്ടാമത്? അതാ പറഞ്ഞേ. ഇനി നല്ല മൈലേജും പെർഫോമൻസും അത്യാവശ്യം സ്പേസും ഒത്തിണങ്ങിയ ഒരു സെഡാൻ കാറ്റഗറിയാണ് Volkswagen Emeo. അതായത് പോളോന്റെ സെഡാൻ കാറ്റഗറി. അതിന്റെ പെർഫോമൻസും കാര്യം എല്ലാം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. സ്പേസ് ഉണ്ടാവും. പോളോയിലാകെ പക്ഷേ സ്പേസ് ആണ്, ഡിക്കി ഉണ്ടാവില്ല. ഇത് സ്പേസ് ഉണ്ടാവും. ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2017 മോഡല് Emeo കംഫർട്ട് ലൈൻ ഡീസൽ. മിഡിൽ ഓപ്ഷൻ, AC പോസ്റ്ററിംഗ്, 4-door പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ വരും അല്ലേ? അലോയ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഹൈലൈനിൽ മാത്രമേ അലോയ്സ് ഉണ്ടാവുള്ളൂ. മിഡിൽ ഓപ്ഷൻ ആണ്. കംഫർട്ട് ലൈൻ ഡീസലും ആണ്. 1.5 അല്ലേ? അതെ. ഓക്കെ, 18-20 റേഞ്ചിന്റെ മേലെ തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒരു 18 എന്തായാലും പ്രതീക്ഷിക്കാം ഓൺലൊക്കെ കളിക്കുകയാണെങ്കിൽ. ഓക്കെ, പിന്നെ നല്ല പവറിൽ എടുത്ത് കൊണ്ടുപോയി ചെയ്യാം വണ്ടി. ചവിട്ടി എടുത്ത് നിൽക്കുകയും ചെയ്യും. ഇവിടെ ചവിട്ടി അവിടെ പോകില്ല. ബാക്ക് തിരിയുന്ന വർഷം അങ്ങനത്തൊന്നും വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ എത്ര ഓട്ടം പോയി? ഇത് 59,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർ വാഹനം. സെക്കൻഡ് ഓണർ വാഹനം അല്ലേ? 59. വലിയ ഓട്ടം പോയിട്ടില്ല ഡീസലിനെ സംബന്ധിച്ച്. അതെ. ഓക്കെ, ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഒരു തരത്തിലുള്ള ക്ലെയിമില്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, എത്ര ചോദ്യം? എത്ര ഇപ്പോൾ? ഇത് നമുക്ക് ഫൈനൽ 4,10,000 രൂപ ഞാൻ കൊടുക്കാം. 4,10,000 2017 മിഡിൽ ഓപ്ഷൻ ഡീസൽ Emeo ലോ കിലോമീറ്റർ വണ്ടിയാണ് കിട്ടുന്നത്. ഒരു ക്ലെയിം ഇല്ലാത്ത വാഹനം. ഫുൾ ഓൺ ചാൻസ് ഉണ്ടോ? ഒരു 3.5. റിനോന്റെ സഹോദരൻ വന്നു, നിസാൻ ടെറാനോ ആണ്. KL 11 കോഴിക്കോട് റീ ആയ വണ്ടിയാണ് കോഴിക്കോടിലേക്ക്. ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2015 മോഡല് ടെറാനോ XV ഡീസൽ. ഫുൾ ഓപ്ഷൻ XV പ്രീമിയം. XV പ്രീമിയം അല്ല, XV പ്രീമിയം അത് തന്നെ അല്ലേ? അതെ. ഡൗട്ട് ഉണ്ട് കേട്ടോ, XV പ്രീമിയം. ഓക്കെ, അപ്പോൾ XV ഡീസൽ ആണ്. XC XL XV അങ്ങനെയല്ല, XV പ്രീമിയം തൊട്ട് പറയുന്നുണ്ടോ? അറിയില്ല, അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യും. XV പ്രീമിയം എന്നാ പൊതുവെ കേൾക്കാറ്, അതാ ചോദിച്ചത്. അപ്പോൾ ഓട്ടോ എത്ര പോയി? 15 ഓട്ടോ. ഇതിൽ റീ രജിസ്ട്രേഷൻ ആണ്. ഇപ്പോൾ ക്ലസ്റ്ററിൽ കാണിക്കുന്നത് 86,000 കിലോമീറ്റർ കാണിക്കുന്നത്. അത് നമ്മൾ വിശ്വസിക്കണമെന്നില്ല. അതെ, തീർച്ചയായിട്ടും. ഓക്കെ, റീ വണ്ടിയാണ്. ഓട്ടം കറക്റ്റ് പറയുന്നില്ല. വണ്ടിക്ക് ഇപ്പോൾ ആസിഡ് കണ്ടീഷൻ വേറെ കുഴപ്പമൊന്നുമില്ല. വണ്ടി ഡ്രൈവിംഗിലോ പക്ക ഇതാണ്. വേറെ സൗണ്ട്സോ കാര്യങ്ങളോ ഇഞ്ചക്ടർ ഒന്നുമില്ല. ഏതാ 85 110 പീസ് 110 ആണ്. 110 വെച്ചാൽ മെയിൻ്റെനൻസ് ഉണ്ടാവും വണ്ടിക്ക്. അതെ, എന്തായാലും കാണണം. മെയിൻ്റെനൻസ് എന്തായാലും വരുന്ന വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പവർ നല്ല ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം ഒന്നുമില്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഞങ്ങൾ ഇവാലുവേറ്റേഴ്സ് ചെക്ക് ചെയ്ത് സർട്ടിഫൈഡ് ചെയ്ത് അതിൽ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും കണ്ടിട്ടില്ല. ഓക്കെ, അത് നോക്കണ്ട. എത്ര ചോദ്യം? ഇത് നമുക്ക് 2,90 കൊടുക്കാം. 2015 വണ്ടി. 2,90 2015 റീ രജിസ്ട്രേഷൻ ആയിക്കഴിഞ്ഞാൽ 110 ഡീസൽ XV ഫുൾ ഓപ്ഷൻ ഈ ഒരു ടെറാനോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതെ. ഓക്കെ, ഫുൾ ഓണും ചാൻസ് ഉണ്ട്.
അപ്പോൾ താല്പര്യമുണ്ടെ വിളിച്ചോ. കിലോമീറ്റർ മാത്രം ജെനുവിനിറ്റി പറയുന്നില്ല. അതെ, അത് കണ്ടീഷൻ നോക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത വണ്ടിയിൽ വീണ്ടും റെനോ തന്നെ ട്രൈബറാണ്, 7 സീറ്റർ KL60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ വാഹനമാണ്. അതെ, ഏതാ മോഡലൊക്കെ ഇത്? 2020 മോഡല് ട്രൈബർ RXT ഓട്ടോമാറ്റിക്. ഓക്കെ, ഫുൾ ഓപ്ഷൻ്റെ തൊട്ട് താഴെ ഓട്ടോമാറ്റിക് വാഹനമാണ്. MT ഗിയർ ബോക്സ് തന്നെ 1000 cc. നമ്മൾ നേരത്തെ കൈകറൊക്കെ പറഞ്ഞില്ലേ, സെയിം കാറ്റഗറി തന്നെ 7 സീറ്റർ. 7 സീറ്റർ എന്ന് വെച്ചാൽ പുറകിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഒരു 2-3 പേരെ ലോ ബഡ്ജറ്റിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു 7 സീറ്റർ. ഫ്രണ്ടിൽ നമുക്ക് അഡൽസിന് 5 പേർക്ക് അടിപൊളിയായിട്ടിരിക്കുകയും ചെയ്യാം അല്ലേ. ഓക്കെ, അങ്ങനെയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ നല്ലൊരു 7 സീറ്റർ ആണ്. നമ്മൾ ആ പ്രൈസ് കുറവിൽ ഒരു 7 സീറ്റർ ഭയങ്കര ബെനിഫിറ്റ് ആണ്. കാരണം 3rd റോയിൽ AC ഉണ്ട്. അതെ, എല്ലാ സുഖത്തിലിരുന്ന് പോവാം. അതെ, ഓക്കെ. പിന്നെ ചെറിയൊരു ഡ്രൈവ് ഒക്കെ കാണാൻ അത്യാവശ്യം വലിപ്പം ഉള്ള ആൾക്കാർക്ക് ഇരിക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഓട്ടം പറഞ്ഞോ? ഓട്ടം 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 60,000 2020 മോഡൽ. ഓക്കെ, ക്ലെയിം ഒന്നുമില്ലല്ലോ ഇതിലും? ഒരു തരത്തിലുള്ള ക്ലെയിം ഇല്ല. ഓക്കെ, എത്രയാണ് ചോദ്യം? എത്രയാ ഇത്? 470 നമ്മളിവിടെ ആസ്ക് ചെയ്തു. 20 മോഡൽ വണ്ടി, 60,000 കിലോമീറ്റർ ഓടിയ RXT ഓട്ടോമാറ്റിക് ഡ്രൈവറാണ്. 470 നിങ്ങൾക്ക് കൊണ്ടുപോകാം, 2020 മോഡൽ. ഇതിലും ഒരു 4 ലക്ഷം വരെ ലോൺ ചാൻസ് ഉണ്ട്. അടുത്തത് ഒരു കോമ്പാക്ട് SUV ആണ്, മഹീന്ദ്രയുടെ XUV 300 KL14 കാസർഗോഡ് രജിസ്ട്രേഷൻ വാഹനം. ഏതാ മോഡൽ ഇത്? 2019 മോഡല് XUV 300 W8 പെട്രോൾ. W8 എന്ന് വെച്ചാൽ ടോപ്പിന്റെ തൊട്ട് താഴെ, ഇതിന്റെ മേലെ ഓപ്ഷൻ ഉണ്ടാവും. അതിൽ എയർ ബാഗിന്റെ എണ്ണം കൂടും. 6-7 എയർ ബാഗ്. 6 എയർ ബാഗ്. നീ എയർ ബാഗ് കൂടെ ഉണ്ടാവും ഡ്രൈവർ സൈഡ്. 7 എയർ ബാഗ് ഉണ്ടാവും, ഇതിൽ 2 എയർ ബാഗ് ഉണ്ടാവും. ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിലും വരും അല്ലേ. അലോയ്സ് കാര്യങ്ങളൊക്കെ ഇതിലും വരുന്നുണ്ട്. പിന്നെ ഓട്ടം 40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വാഹനം വരുന്നത്. പെട്രോൾ മാനുവലാ? പെട്രോൾ മാനുവൽ വാഹനമാണ്. വലിയൊരു ഓട്ടം പോയിട്ടില്ല, 1 വർഷം സംബന്ധിച്ച് വലിയൊരു ഓട്ടം പോയിട്ടില്ല അല്ലേ. അതെ. ഓക്കെ, ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ക്ലെയിമും കാര്യങ്ങളൊന്നുമില്ല. ടയേഴ്സ് പുതിയതാ? ഇതിന്റെ എങ്ങനെ ടയേഴ്സ് പുതിയതാ? ടയേഴ്സൊക്കെ 40,000 ഓടിയത് ടയറല്ല, മാറിയതല്ലേ, പുതിയ ടയേഴ്സാണ്. ഓക്കെ, അപ്പോൾ ക്ലെയിമും കാര്യമൊന്നുമില്ല. പിന്നെ മൈലേജ് എന്ന് വെച്ചാൽ ഒരു 11-15 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് കിട്ടും. പെട്രോൾ മാനുവലല്ലേ? അതെ. എത്ര ചോദ്യം? ഇത് നമുക്ക് 670 കിട്ടി കഴിഞ്ഞാൽ കൊടുക്കാൻ വേണ്ടി. 670 2019 W8 ഈ ഒരു XUV 300 കൊണ്ടുപോകാം. ഓക്കെ, ഒരു 6 ലക്ഷം വരെ ലോൺ കിട്ടും. അടുത്ത വാഹനം ദാ മഹീന്ദ്രയുടെ KUV 100 KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ വാഹനമാണ്. ഇതേത് ഓപ്ഷൻ വരുന്നത്? ഇത് 2016 മോഡല് KUV 100 K4 മിഡാണ്. അതെ, പവർ വിൻഡോസ് ഉണ്ടാവും? 4 പവർ വിൻഡോ ഉണ്ടാവും. പിന്നെ അതിൽ സ്റ്റീരിയോ ഉണ്ടാവും വണ്ടി വരുമ്പോൾ. ഓൾറെഡി സ്റ്റീരിയോ, ബാക്ക് വൈപ്പർ, ഡിഫോഗർ, അലോയ്സ് ആവുന്നും ഉണ്ടാവില്ല. സ്റ്റീരിയോ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, K4 മിഡിൽ ഓപ്ഷൻ ആണ്. ഇതും കുഴപ്പമില്ലാത്ത ടയർ ഭാഗം ഉണ്ട്. അതെ. പിന്നെ ഓട്ടം എത്ര പോയി? ഓട്ടം 83,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പാണ് വാഹനം വരുന്നത്. പെട്രോൾ ഡീസലോ? പെട്രോൾ 83,000 ഓടിയിട്ടുണ്ട് അല്ലേ. ഒരു 12-15 റേഞ്ച് ഏകദേശം മൈലേജ് കണക്കാക്കാം. 6 സീറ്റർ ആണ്. 6 സീറ്റർ. സെൻട്രല് RO നമുക്കിങ്ങനെ മടക്കി വെക്കാം, അല്ലെ ഹാൻഡ് റെസ്റ്റ് ആയിട്ട് വെക്കുകയും ചെയ്യാം. പക്ഷെ RCയിൽ 6 സീറ്റർ ആണ്, എല്ലാം കൂടെ ആണ്. ഓക്കെ, അപ്പോൾ എത്ര ചോദ്യം? എത്രയാ ഇത്? നമ്മൾ 2,35,000 രൂപ കൊടുക്കാം. 2,35,000 നിങ്ങൾക്കൊരു മൈക്രോ SUV കൊണ്ടുപോകാം. അങ്ങനത്തെ ഒരു സെഗ്മെന്റ് തന്നെ, നല്ല ഹൈറ്റിൽ കയറി ഇരുന്ന് ഓടിക്കാം അല്ലേ. അത്യാവശ്യം അടിയും തട്ടുമില്ല, ക്ലിയറൻസ് ഉണ്ട്, നല്ലൊരു വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട്? ഇതിന് ഒരു 2 ലക്ഷം വരെ ലോൺ എന്തായാലും കയറും. ഓക്കെ, 16 K4 ആണ് അടുത്ത വണ്ടി. അടുത്തതാ ഹ്യുണ്ടായ് i10 ഗ്രാൻഡ് ആണ്, KL57 കൊടുവള്ളി രജിസ്ട്രേഷൻ ആണ്, കോഴിക്കോട് ജില്ല. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2015 മോഡല് ഗ്രാൻഡ് ഐറ്റൻ സ്പോർട്സ് പെട്രോൾ. ഓക്കെ, ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. അതെ. 15 പുഷ് ബട്ടൺ ഉണ്ടോ ഇതിൽ? 15 പുഷ് ബട്ടണാ ഉണ്ട്. ഉണ്ടോ? ആസ്റ്റൈൽ വരുന്നുണ്ട്. അല്ല, ആസ്റ്റൈൽ സ്പോർട്സ് ഇല്ല. 14 ഉണ്ടായിരുന്നു. അതെ. അതായത് പ്രശ്നം 13-14 ഇതിൽ സ്പോർട്സിൽ പുഷ് ബട്ടൺ വരുന്നുണ്ട്. 15 ആയപ്പോൾ നിർത്തി. പിന്നെ ഓക്കെ, വേറെ ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിമോ കാര്യങ്ങൾ മെയിൻ ഗ്ലാസ് മാത്രം റീപ്ലേസ് ആയിട്ടുണ്ട്. വേറെ ഒന്നുമില്ലല്ലോ? വേറൊന്നുമില്ല. പില്ലറിലേക്കോ എപ്രോണിലേക്കോ എക്സ്റ്റൻഷനിലേക്കോ ഒന്നുമില്ല. ഞങ്ങളും ഇതേപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ ആസ് യൂഷ്വൽ പറയുന്നതല്ല, കോക്കനട്ട് ഫോളി. അപ്പോൾ അതന്നെ. പക്ഷേ ഒന്നും എന്താ പറയണ്ടേ, ഫ്രണ്ട് സൈഡ് വേറെ പില്ലേഴ്സ് കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആണ്. ഗ്ലാസ് മാത്രം പൊട്ടിയതാ. ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട്. എന്തായാലും എങ്ങനെയും പൊട്ടിക്കോട്ടെ. ഓക്കെ, അപ്പോൾ 15 ആണ്. ഇതിനും ഒരു ഏകദേശം 12-15 റേഞ്ചൊക്കെ മൈലേജ് കിട്ടും. എത്ര ചോദ്യം? എത്ര? ഇത് നമുക്ക് 2,90 ഫൈനൽ കിട്ടി കൊടുക്കാം. 2015 സ്പോർട്സ് പെട്രോളാണ്. സ്പോർട്സ്. ഓക്കെ, 46,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. കിലോമീറ്റർ ജനുവിന് പറയാൻ പറ്റും? പക്ക. ശരി. അടുത്തത് നല്ലൊരു കോഫി ബ്രൗൺ കളർ വാഗണറാണ്, KL13 കണ്ണൂർ രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2015 മോഡല് വാഗണാർ VX.
അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി 1 ലിറ്റർ എഞ്ചിൻ വരുന്ന വാഹനമാണ്. സെലേറിയോ ഒക്കെ പോലെ തന്നെ, പിന്നെ സെലേറിയോനേക്കാൾ അത്യാവശ്യം ഹൈറ്റും ഡോറൊക്കെ തുറന്ന് പ്രായമുള്ളവർക്കൊക്കെ കയറാനൊക്കെ നല്ല സുഖമുള്ള വണ്ടിയാണ്. കുറച്ച് ഫാമിലി യൂസ്ഡ് ആൾക്കാരെല്ലാം ഭയങ്കരമായിട്ട് എൻക്വയറി ചെയ്യുന്ന ഒരു വാഹനം. പ്രത്യേകിച്ച് പ്രായം കൂടിയവർക്കൊക്കെ അടിപൊളിയാണ്, കയറാൻ ഇറങ്ങാനൊക്കെ വളരെ ഈസി ആയിരിക്കും. ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല, ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനം വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ കിടക്കുകയാണ്. ആ കിലോമീറ്ററും വലിയ കൂടുതലല്ല. അതെ, നമ്മുടെ പഴയ പ്രീവിയസ് വീഡിയോ കണ്ടിട്ട് കുറേ പ്രേക്ഷകർ ചോദിച്ചിട്ടായിരുന്നു വേഗനാണ്. ഓക്കെ, അവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. നല്ല ടയേഴ്സും ഉണ്ട് ഫ്രണ്ടിൽ. എത്രയാണ് ചോദ്യം ഇതിൻ്റെ? ഇത് നമുക്ക് 3,15,000 കിട്ടിക്കഴിഞ്ഞാൽ കൊടുക്കാം. 3,15,000 2015 സിംഗിൾ ഓണർഷിപ്പ് 70,000 കിലോമീറ്റർ VXi വാഗണർ 70,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. മൈലേജ് ഒരു 14-17 റേഞ്ചൊക്കെ മൈലേജ് ഏകദേശം കിട്ടുകയും ചെയ്യും. തീർച്ചയായും. ഓക്കെ, ലോൺ ഒരു 3 ലക്ഷം വരെ കിട്ടും. 3 ലക്ഷം, 2,45-2,50 വരെ എന്തായാലും. അടുത്തതാ ഒരു നിസാൻ സണ്ണി. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് ലോ മെയിൻ്റനൻസിൽ കൊണ്ടു നടക്കാൻ പറ്റിയ വലിയൊരു കാറാണ്. സേഡാ വണ്ടി. KL 55 തിരൂർ രജിസ്ട്രേഷനാണ്. റിയായതാ അല്ലല്ലോ? അല്ല, കേരള വണ്ടി. ഇത് കേരള വണ്ടി. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2013 മോഡല് നിസാൻ സണ്ണി XL CVT. മിഡിൽ ഓപ്ഷൻ CVT ഓട്ടോമാറ്റിക് വാഹനമാണ്. മൈലേജ് കുറവായിരിക്കും, ഒരു 10 to 14 വരെയൊക്കെ കണ്ടു. ഭയങ്കര കംഫർട്ടബിൾ. ഞങ്ങൾ ഇതിന് മുന്നേ ഒരു സണ്ണി കൊടുത്തിട്ടായിരുന്നു. സണ്ണി പോയതിന് ശേഷം ഭയങ്കര എൻക്വയറി. അത് ശരി, അങ്ങനെ. ഓക്കെ, അപ്പോൾ നല്ല സ്മൂത്തായിട്ട് ഓടിച്ചു പോകാൻ പറ്റും. CVT ആയതുകൊണ്ട് തന്നെ ഗിയർ ബോക്സ്. പിന്നെ അത്യാവശ്യം നല്ല സ്പേസും ഉണ്ട്. ലോങ് ഒക്കെ പോകുകയാണെങ്കിൽ നല്ല സുഖമാണ് അല്ലേ? ഓക്കെ, ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 1,30,000 കിലോമീറ്റർ ഓടിച്ചിട്ട് തേർഡ് ഓണർഷിപ്പിലാണ് വാഹനം വരുന്നത്. തേർഡ് ഓണർഷിപ്പ് 2013 വണ്ടിയാണ്. ഒറിജിനൽ കേരള 130. ഓക്കെ, ഇപ്പം വണ്ടിക്ക് വേറെ ഒരു പണികളും ഇല്ല. പെട്രോൾ വണ്ടി ആയതുകൊണ്ട് തന്നെ ഒന്നും വരാൻ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോയ വണ്ടിയാണ്. കരയായ പണിയൊന്നും വരാൻ ചാൻസ് ഇല്ല അല്ലേ? ഓക്കെ, പിന്നെ വേറെയും ഡെയറിംഗ് പാർട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്രേ ഉള്ളൂ. ഓക്കെ, അതിലിപ്പോൾ ടയേഴ്സ് കുഴപ്പമില്ലാത്ത ടയേഴ്സ് ഉണ്ട് നിലവിൽ. അപ്പോൾ എത്ര ചോദ്യം എത്രയുണ്ട്? ഇത് നമ്മളിവിടെ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 2,30,000 രൂപ ചോദിക്കുന്നു. 230 ഒറിജിനൽ കേരള ഓട്ടോമാറ്റിക് CVT 2013 സണ്ണിയാണ്. തേർഡ് ഓണർഷിപ്പിലായിട്ടുണ്ട്. ഓക്കെ, മാനുവല്ല ഓട്ടോമാറ്റിക് CVT മിഡിൽ ഓപ്ഷൻ XL. ഓൾമോസ്റ്റ് ബേസ് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ടോ, ഫോർവീൽസ് കാര്യങ്ങളൊക്കെ വരും. അടുത്ത വണ്ടി ഇതാ ഒരു ചെറിയ സെഗ്മെന്റ് ആണ്. ആൾട്ടോ 800 KL 60 കാഞ്ഞങ്ങാട് വണ്ടി. ഏതാ മോഡൽ ഇത്? ഇത് 2021 മോഡൽ ആൾട്ടോ 800 LXi ആണ്. ഓട്ടം 60,000 കിലോമീറ്റർ ഓടിയിട്ട് സിംഗിൾ ഓണർഷിപ്പിൽ ഒരു വാഹനം. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഒരു തരത്തിലുള്ള ക്ലെയിമില്ല. ഓക്കെ, മൈലേജ് ഒരു 18-20 റേഞ്ച് മൈലേജ് കിട്ടും. ചെറിയ ഫാമിലി പർപ്പസിന് പറ്റിയ അടിപൊളി ഒരു വാഹനമാണ് അല്ലേ? വേറെ വർക്കൊന്നും ഒന്നും ചെയ്യാനില്ല. ടയേഴ്സും കാര്യങ്ങളും ടയർ ഭാഗമുണ്ട്. എത്ര ഇതിന്റെ ആസ്കിങ്? നമ്മൾ 3,20,000 രൂപ ഇവിടെ ചെയ്തു. 3,20 2020 LXi 21 LXi. ഓക്കെ, 3,20. ലോൺ ഒരു 2.25-3 ലക്ഷം 2.80 വരെ ലോൺ കിട്ടും. അത്രയും കിട്ടും. ചെറിയൊരു ഡൗൺ പേയ്മെന്റ് കണ്ടിറക്കാൻ പറ്റിയ ചെറിയൊരു വണ്ടിയാണ്. ഓക്കെ, ഒരു വർക്കുമില്ല അല്ല, സാധാരണക്കാരൻ്റെ പടക്കുതിര. അതെ, അടുത്ത വണ്ടി. അടുത്തത് ഒരു പവർഫുൾ സെഡാൻ കാറ്റഗറിയാണ്. ഹ്യുണ്ടായ് വെർണ KL 10 മലപ്പുറം വണ്ടി. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2012 മോഡല് വെർണ SX ഡീസൽ. ഫുൾ ഓപ്ഷൻ്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. ഡീസലുമാണ്. 18-20 റേഞ്ച് മൈലേജ് ഉണ്ടാകും. നല്ല പവറും ഉണ്ടാകും കേട്ടോ. ഫുൾ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ 6 എയർ ബാഗ് ഒക്കെ വരും. ഇതിൽ ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അലോയ്സും 2 എയർ ബാഗും കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഓട്ടോ എത്ര പോയി? ഇത് 1,16,000 കിലോമീറ്റർ ഫോർത്ത് ഓണർഷിപ്പ് വരുന്നുണ്ട്. ഫോർത്ത് ഓണർ. കിലോമീറ്റർ ജെനുവിൻ പറയാൻ പറ്റും? കിലോമീറ്റർ ഹിസ്റ്ററിയിൽ കറക്റ്റ് അല്ല, മീൻസ് നമുക്ക് അങ്ങനെ കറക്റ്റ് നോക്കിയാലുള്ള പ്രോപ്പർ പക്ഷേ വേറെ ബുദ്ധിമുട്ടൊന്നും വണ്ടിയിൽ കാണുന്നില്ല. ഫിസിക്കലി ചെക്ക് ചെയ്തെടുത്ത വണ്ടിയാണ്. അതെ. ഓക്കെ, ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും? ഒന്നുമില്ല. ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. സ്ട്രക്ചറിൽ വേറെ ഡാമേജ് ഒന്നുമില്ല. ചെറിയ ടച്ചപ്പ് ഇവിടെ ചെയ്താണെന്നുണ്ട്. ഓക്കെ, ടച്ചപ്പ് എന്തായാലും ഉണ്ടാവും. എത്ര ചോദ്യം? എത്ര ഇത് നമുക്ക് 3.30 ഫൈനൽ അടിക്കാൻ കൊടുക്കാം. 2012 SX ഡീസൽ വെർണ 3.30 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, ഒരു ഡ്രോബാക്ക് ഉള്ളത് ഫോർത്ത് ഓണർഷിപ്പ് ആയിട്ട്. ഓക്കെ, ലോൺ കിട്ടുമോ ഫിഫ്ത്തിലേക്ക് പോകുമ്പോൾ? ഓണർഷിപ്പിലേക്ക് പോകുമ്പോൾ ചാൻസ് ഓർ വന്നാലും മേ ബി നമുക്ക് ചോദിച്ചു നോക്കാം. ഫിനാൻസ് അടിക്കുന്നത്. ഓക്കെ, 3.30 നോക്കാം എന്തായാലും അല്ലേ? നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം ഒരു സ്വിഫ്റ്റ് ആണ്. KL 14 കാസർഗോഡ് വണ്ടി. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2008 മോഡല് സ്വിഫ്റ്റ് VXi മിഡിൽ ഓപ്ഷൻ പെട്രോൾ വാഹനമാണ്. 2008 റിന്യൂവൽ കഴിഞ്ഞതാണ്. 2028 വരെ പേപ്പറും കാര്യങ്ങളും ഉണ്ട്. 28 വരെ, അതായത് ഇനിയും 2 വർഷത്തേക്ക് പേപ്പർ നിലവിലുള്ള. 1,25,000 കിലോമീറ്റർ ഇപ്പോൾ റൺ ആയിട്ടുണ്ട് ഓൾറെഡി. എത്ര? 1,25,000. ഓക്കെ, 2008 വണ്ടിയല്ലേ? VXi അല്ല, പെട്രോൾ ആണ്. വലിയ മെയിൻ്റനൻസ് ആയിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നിലവിൽ വണ്ടീൻ്റെ മെക്കാനിക്കൽ എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ. ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ, എത്രയാണ് ചോദ്യം? എത്ര ഇതിൻ്റെ? ഇത് നമ്മൾ 1,40,000 കടിക്കാൻ കൊടുക്കാൻ 1.40 28 വരെ പേപ്പറുള്ള 2008 മോഡൽ VXi സ്വിഫ്റ്റ് കൊണ്ടുപോകും. 1.40 കേട്ടോ. ഓക്കെ, ലോണൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല, കാരണം മോഡൽ ഭയങ്കര പഴയതാണ്. പിന്നെ ഇതിൻ്റെ മുകളിൽ ലോൺ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വണ്ടി എടുക്കുന്നത് നഷ്ടമാണ്. എടുത്തു കഴിഞ്ഞാൽ യൂസ് ചെയ്യാം. അതെ, അത്രയേ ഉള്ളൂ. മാക്സിമം യൂസ് ചെയ്യാം ഒരു വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ. മഴയത്തും വെയിലത്തും. പ്രത്യേകിച്ച് ലോണൊക്കെ ഇട്ട് വണ്ടി എടുക്കുന്നവരാണെങ്കിൽ വിറ്റ് കഴിഞ്ഞാൽ വൻ നഷ്ടമായിരിക്കും. അപ്പം
മാക്സിമം വണ്ടീനെ ഉപയോഗിക്കുക, യൂസ് ചെയ്യുക, അത്രയും. ഓക്കെ, അപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് നിർത്തുകയാണ്. ടി വി എസ് സർട്ടിഫൈഡിലേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇതാ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നത്തെ പോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ കമൻസിലേക്ക് രേഖപ്പെടുത്തുക. നമുക്ക് നിങ്ങളുടെ കമൻസ് കാണുന്നതിന് ഒരു സന്തോഷമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻസിലേക്ക് വരും ദയവായിട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി, താങ്ക് യു. അടുത്തൊരു വീഡിയോ കാണാം.